നാല് അംബികമാരെ കുറിച്ചൊന്ന് പറയാം. നമസ്കാരം. കേരളത്തിൻ്റെ നാലതിരുകൾ കാക്കാനായിട്ട് നാല് അംബികമാരെ ശങ്കരാചാര്യരായിട്ട് പ്രതിഷ്ഠിച്ചു എന്നാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ ആ സങ്കല്പത്തിൽ ഏറ്റവും ആദ്യം പ്രതിനിധീകരിക്കുന്നത് കന്യാകുമാരിയിലെ ബാലാംബികാഭാവത്തിലാണ് പ്രതിഷ്ഠ. അവിടെ എന്നും നിത്യകന്യക ഭാവത്തിലുള്ള ഒരു ഭഗവതിയാണ്. ആ ഭഗവതിക്ക് അത്യപൂർവമായിട്ടുള്ള ശോഭയോടുകൂടിയിട്ടുള്ള ഒരു മൂക്കുത്തി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ മൂക്കുത്തിയുടെ തെളിച്ചം കൊണ്ട് പണ്ട് കപ്പലുകളൊക്കെ ദിശ നോക്കി മനസ്സിലാക്കാനുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ അതെന്തോ ആയാലും ആ ബാലാംബിക ഒരു ദേവതയായിട്ട് പ്രതിഷ്ഠിച്ചാരാധിക്കുന്ന സ്ഥലമാണ് കന്യാകുമാരി എന്നാണ് അറിയേണ്ടത്. രണ്ടാമതായിട്ട് കൊല്ലൂര് മൂകാംബികയായിട്ടാണ് വിരാജിക്കുന്നത്. മൂകാസുരനെ വധിച്ചു എന്നുള്ളത് മാത്രമല്ല, എന്താ പറയാ, പലതരത്തിലുള്ള കഥകളിൽ പലതരത്തിലായിട്ട് പറഞ്ഞു തന്നെങ്കിലും ശങ്കരാചാര്യർക്ക് കുടജാതിയിൽ വെച്ച് ദർശനം കൊടുത്ത് അവിടുന്ന് ഒരു ചലങ്കയുടെ മുഴക്കത്തോട് കൂടിയിട്ട് പോന്ന് ആ ഒരു കരാറുണ്ടായിരുന്നു ശങ്കരാചാര്യരായിട്ട് മൂകാംബിക ദേവിക്ക്. എവിടെ തോളം വരെ പോകണമെങ്കിലും ശങ്കരാചാര്യർക്ക് പോകാം, പിന്നിൽ ഞാനുണ്ടാവും, തിരിഞ്ഞു നോക്കാൻ പാടില്ല, എവിടെ വച്ചാണോ തിരിഞ്ഞു നോക്കുന്നത് അവിടെ ഞാൻ ഇരിക്കും എന്നുള്ളതായിരുന്നു ആ ദേവിയുടെ കൽപ്പന. അങ്ങനെ പ്രത്യക്ഷപ്പെടുത്തി കൊണ്ടുപോരുമ്പോൾ പിന്നിൽ ആ ചലങ്കയുടെ കിലുക്കം ഉണ്ടായിരുന്നു. കൊല്ലൂരെത്തിയപ്പോ ചലങ്കയുടെ കിലുക്കം നിന്നുപോയി. കുറച്ചു നേരം കൂടി അദ്ദേഹം ക്ഷമിച്ചു നോക്കിയെങ്കിലും ആ കിലുക്കം പിന്നെ കേൾക്കാനായില്ല. കിലുക്കം കേൾക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സംശയം തോന്നി. തിരിഞ്ഞു നോക്കി, ഭഗവതി അവിടെ ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഇരുന്ന സ്ഥലത്താണ് ഇന്ന് ശങ്കരാചാര്യ പ്രതിഷ്ഠിതമായിട്ടുള്ള മൂകാംബിക ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു പ്രായശ്ചിത്തമായിട്ട് ചോദിച്ചു, ഇനി കേരളത്തിലേക്ക് നടുവിലായിട്ട് എനിക്ക് ഇരുത്താനായിട്ട് അല്ലെങ്കിൽ ഭഗവതിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വെളുപ്പാൻ പുലർച്ചെ ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് ചോറ്റാനിക്കരെ ഞാൻ ദർശനം തന്നോളാന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവിടെ ചോറ്റാനിക്കര മൂകാംബിക സാന്നിധ്യം ഉണ്ടെന്ന് സങ്കല്പിക്കുന്നതായിട്ട് കേട്ടേക്കുന്നത്. പിന്നെ പാലക്കാട് കരിമലയിലാണ് ഹേമാംബിക എന്ന് പറയുന്നത്. കൈക്കുളങ്ങര, കല്ലേക്കുളങ്ങര എന്നൊക്കെയാണ് ആ പ്രദേശത്തിനെ പറയുക. 2 കൈയാണ് അവിടെ പ്രതിഷ്ഠ. ആ കൈ രണ്ടും പൊക്കി കാണിച്ചു ഭഗവതി എന്നാണ്. ബാക്കിയുള്ള ഭാഗമൊന്നും ആചാര്യർക്ക് കാണാൻ സാധിച്ചില്ല. ശങ്കരാചാര്യർ കണ്ട ആ കൈ രണ്ടും പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് കൈക്കുളങ്ങര എന്നുള്ള പേര് തന്നെ ആ സ്ഥലത്തിന് വന്നത്. അങ്ങനെയാണ് പിന്നീട് അത് ലോപിച്ചോ എന്തോ കല്ലേക്കുളങ്ങര എന്നൊക്കെയാണ് പറയണത്. അവിടെയാണ് ഹേമാംബിക ഭാവം. ലോകാംബികയായിട്ടാണ് കൊടുങ്ങല്ലൂർ അറിയപ്പെടുന്നത്. ലോകാംബിക ശങ്കരാചാര്യര് മഹാമേരു ശ്രീചക്രം പ്രതിഷ്ഠിച്ച് രഹസ്യറയിലായിട്ട് ആ ലോകാംബികയെ കൊടിവെച്ചു എന്നും ബാക്കി വിധാനങ്ങളൊക്കെ രുചിത്ത് സംവിധാനം പോലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ ചിട്ടയാണ്. കേരളത്തിലെ 13ഓളം കാവുകള് ആ രീതിയിലാണ് വരുന്നത്. അതിൽപ്പെട്ട പ്രധാന ദിക്കുകളാണ് തിരുമാന്താംകുന്ന്, തിരുവിളയനാട്, അങ്ങനെയൊക്കെ മാടായിക്കാവ്, അങ്ങനെ 13ഓളം കാവുകള് രുചിത്ത് സംവിധാനത്തിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ആ രുചിത്ത് സംവിധാനത്തിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളില് ലോകാംബികയായിട്ട് കാണുന്നതാണ് കൊടുങ്ങല്ലൂര് അമ്മ. ആ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് ലോകാംബികയുടെ സ്ഥാനം കൊടുത്തു. ഒപ്പം തന്നെ രുചിത്ത് സംവിധാനത്തിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലെ എല്ലാ ചിട്ടകളും അവിടെ ഉണ്ടെന്നർത്ഥം. മഹാദേവനാണ് പ്രാധാന്യം. മഹാദേവനോട് കൂടിയിരിക്കുന്ന സപ്തമാതൃക്കളോട് കൂടി ചാമുണ്ട ആയി വീരഭദ്രൻ ഗണപതിമാരോടും ഒക്കെ കൂടിയിരിക്കുന്ന ആ ഒരു സംവിധാനത്തിലാണ് കൊടുങ്ങല്ലൂര് ചിട്ടകളൊക്കെ നടന്നു വരുന്നത്. ഓരോ വിധത്തിലുള്ള ആൾക്കാർക്കും, ഓരോ തട്ടിലുള്ള ജനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള മാമൂലുകളും അവിടെ വന്ന്
കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നതും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂര് ലോകാംബിക ക്ഷേത്രം. ഇങ്ങനെ 4 അംബികമാരെയാണ് ശങ്കരാചാര്യര് പ്രതിഷ്ഠിച്ച് കേരളത്തിന്റെ നന്മയ്ക്കായിട്ട് ആരാധിക്കുന്നത് എന്നാണ് സങ്കല്പം. 4 അംബികമാരെയും ദർശനം നടത്താൻ പറ്റിയാൽ വളരെ പുണ്യമായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ വളരെ സവിശേഷതയുള്ള ഈ 4 ദിക്കിലും ദേവി മാഹാത്മ്യം ഉൾക്കൊണ്ട് അതിനെ പറ്റിയിട്ട് പറഞ്ഞും ക്ലാസ് എടുത്തും പഠിച്ചും പഠിപ്പിച്ചും നടക്കുന്ന ഏതൊരു ഭക്തനും ഒരിക്കലെങ്കിലും ഈ 4 അംബികമാരെയും ദർശിച്ചിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അവരവർക്കൊത്തവണ്ണം ഓരോ അംബികമാരെയും മനസ്സാ സ്മരിച്ച് ആ പാദങ്ങളിലൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പറയാനുള്ളൂ. ശങ്കരാചാര്യർ പറഞ്ഞത് തന്നെയാണ് നമ്മൾ പിന്നെയും ആവർത്തിച്ച് പറയുന്നത്. മത്സമ പാതകി നാസ്തി പാപഗ്നി തുൽസമാനഹി ഏവം ജ്ഞാത്വാ മഹാദേവി യഥായോഗ്യം തഥാ ഗുരു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അമ്മയോട് തുറന്നു പറയുകയാണ്. എന്നോളം പാപം ചെയ്തവരായിട്ട് ആരും തന്നെ ഭൂമിയിലില്ല. അമ്മയെപ്പോലെ പാപം ക്ഷമിക്കാൻ പറ്റിയ മറ്റൊരു ദേവതയെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ അമ്മയോട് നേരിട്ട് പറയുകയാണ്. ഇനി എന്നെ രക്ഷിക്കുകയാണെങ്കിൽ അമ്മ രക്ഷിച്ചോളൂ, അല്ല ശിക്ഷിക്കുകയാണോ അമ്മയ്ക്ക്, അതാണ് ചോദ്യം പറയണേന് പറ്റണേന്ന് വെച്ചാൽ അമ്മ അത് തന്നെ ചെയ്തോളൂ. എന്തിനും ഞാൻ എതിരല്ല. അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുക. ഈ പറഞ്ഞതിന്റെ അർത്ഥം ബാക്കിയുള്ള ദേവതമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാഴ്ചവെച്ച് തൊഴുന്നത് അമ്മയുടെ മുമ്പിലെത്തിയാൽ ഒരേ ഒരു കാഴ്ചയെ വെക്കേണ്ടു, സാഷ്ടാംഗം നമസ്കരിക്കുക. ആ ഒരൊറ്റ നമസ്കാരം കൊണ്ട് തന്നെ അമ്മ വളരെയേറെ പ്രീതിപ്പെട്ട് നമ്മളിൽ ആ മക്കളോടുള്ള വാത്സല്യം ഏത് വിധത്തിലാണോ ചൊരിയുന്നത് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള വാത്സല്യം ചൊരിഞ്ഞ് അമ്മ അനുഗ്രഹിക്കും. യാതൊരു സംശയവുമില്ല. നമ്മുടെ ഓരോ യാത്രയിലും നമ്മൾ കണക്കാക്കേണ്ടത് ഭഗവതിയുടെ ആയുധങ്ങളെ കൊണ്ടുള്ള രക്ഷയാണ് നമ്മൾ കണക്കാക്കുന്നത്. ശൂലേന പാഹിനോ ദേവി പാഹി ഗഡ്ഗേന ചാംബികേ ഗണ്ഡാസ്വനേന പാഹി ചാപജ്യാനിസ്വനേന ച. ഭഗവതിയുടെ കയ്യിൽ ഒരു ശൂലമുണ്ട്. ആ ത്രിശൂലം കൊണ്ട് ആ ശൂലം നമുക്ക് ചുറ്റും രക്ഷയ്ക്കായിട്ട് സദാസമയത്തും ഉണ്ടാവട്ടെ. അതാണ് ശൂലേന പാഹിനോ ദേവി പാഹി ഗഡ്ഗേന ചാംബികേ. അമ്മയുടെ കയ്യിൽ ഒരു വാളുണ്ട്. ആ വാള് നമ്മുടെ രക്ഷയ്ക്കായിട്ട് സദാസമയവും ഉണ്ടാവട്ടെ. ഗണ്ഡാസ്വനേന പാഹി. ഓരോ ക്ഷേത്രങ്ങളിലും ദീപാരാധന വേളയിലായാലും അത്യപൂർവ പൂജാസമയങ്ങളിലും മണിമുഴക്കം ധാരാളമായി കേൾക്കാം. ആ മണിനാഥം കേൾക്കുമ്പോൾ അത് കേൾക്കാത്ത അത്രയും ദൂരത്തില് അദൃശ്യ ശക്തികളായിട്ടുള്ള മറ്റു ചൈതന്യങ്ങൾ മാറി നിൽക്കണമെന്നാണ്. നമ്മളെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള ആ അദൃശ്യ ശക്തികളെ മാറ്റി നിർത്താൻ ഓരോ ക്ഷേത്രങ്ങളിലും മണിനാഥം എങ്ങനെയൊക്കെ ഉപകരിക്കണു അതുപോലെ ഭഗവതിയുടെ കയ്യിലുള്ള മണി മുഴക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മാലിന്യങ്ങളും മാറി നിൽക്കണേന്ന്. അതാണ് ഈ ശ്ലോകത്തിലെ അടുത്ത പ്രാർത്ഥന. പാഖി ശൂലേന പാഖിനോ ദേവി പാഖി ഗഡ്ഗേന ചാംബികേ ഗണ്ഡാസ്വനേന പാഖി ചാപജ്യാനിസ്വനേന ച. അമ്പും വില്ലും ഭഗവതിയുടെ കയ്യിലുണ്ട്. കരിമ്പിന്റെ വില്ലും പൂവിന്റെ അമ്പുമാണ് ഭഗവതിയുടെ കയ്യില്. ആ കരിമ്പിന്റെ വില്ല് ഞാണ് വലിച്ച് കൂട്ടിക്കെട്ടി ഒരു വലിച്ചു വിടുമ്പോഴുള്ള പ്രകമ്പനം മാത്രം മതി നമ്മുടെ രക്ഷയ്ക്ക്. ആ ഞാണൊലി കൊണ്ട് തന്നെ ഒരു സദാസമയവും നമുക്ക് ചുറ്റും ഒരു മുഴക്കം ഭഗവതിയുടെ അനുഗ്രഹമായിട്ട് ഉണ്ടാവട്ടെ. ഒരു കവചം പോലെ എൻ്റെ കൂടെ അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശൂലേന പാഖിനോ ദേവി പാഖി ഗഡ്ഗേന ചാംബികേ ഗണ്ഡാസ്വനേന പാഖി ചാപജ്യാനിസ്വനേന ച. ദേവി മഹാത്മ്യത്തിലെ പ്രധാനമായിട്ട് പറഞ്ഞു തരാനുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. ഒരുപാട് വലിയതായിട്ടുള്ള ഈ ഗ്രന്ഥം ഒരു കടൽ പോലെ പരന്നു കിടക്കുകയാണ്. പണ്ട് ഒരു കവി പാടിയ മാതിരി നമ്മൾ അതിനെപ്പറ്റിയൊന്നും പറയാൻ പോയാൽ നമുക്കൊന്നും അറിവില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഏതോ ഒരു ഭാഗത്തിരുന്ന് നോക്കുകയാണ്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു. ഒരുപാട് അനന്തമായി കിടക്കുന്ന ദേവി മാഹാത്മ്യമാകുന്ന ഈ സാഗരത്തില് ഏതെങ്കിലും ഒരു കുളത്തിന്റെ വക്കത്ത്
ചൂണ്ടയിട്ടിരിക്കുന്ന ഒരു കുട്ടി മാത്രമാണ് നമ്മളൊക്കെ. ഈ ചൂണ്ട ഇട്ടിരിക്കുന്നത് ദേവിയാകുന്ന ആ നിധിയെ തേടിപ്പിടിക്കാൻ മാത്രമാണ്. നമ്മുടെ ഉള്ള ചൂണ്ട നമ്മൾ ശ്രദ്ധിച്ചുപയോഗിക്കണു. ഭഗവതിയുടെ ആ ചൈതന്യം നമ്മളിലേക്ക് ആ ചൂണ്ടക്കുളത്തിൽ കൊളുത്തി വലിച്ചെടുത്ത് നമ്മുടെ ഉള്ളിലേക്കാക്കാൻ അത്രയും ഒരു എന്താ പറയാ, അത്രയും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മീന് വേണ്ടിയിട്ട് ചൂണ്ടയിടുന്ന പയ്യന്മാർക്ക് എപ്പോഴും ഒരേ ഒരു ശ്രദ്ധ ഉണ്ടാവുള്ളൂ, ഇതിൽ വലിയ മീൻ കൊത്തണേ, ഇതിൽ വലിയ മീൻ കൊത്തണേ എന്ന്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ ചൂണ്ടയില് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, നമുക്ക് ലോകാംബികയായിട്ടുള്ള ഭഗവതി, ഹേമാംബികയായിട്ടുള്ള ഭഗവതി, മൂകാംബികയായിട്ടുള്ള ഭഗവതി, മൂകാംബികയായിട്ടുള്ള ഭഗവതി, ലോകാംബികയായിട്ടുള്ള ഭഗവതി, ഹേമാംബികയായിട്ടുള്ള ഭഗവതി, ബാലാംബികയായിട്ടുള്ള ഭഗവതി, ഈ 4 ഭഗവതിമാരും നമുക്ക് 4 ചുറ്റും നിന്ന് നമ്മളെ ഒരു മകനെ പോലെ എടുത്തു ലാളിക്കാനും മകനെ പോലെ കൊണ്ടു നടക്കാനും വാത്സല്യത്തോടു കൂടി ഒരു നോട്ടം തരാനും എന്താണെന്ന് വിളി കേൾക്കാൻ അമ്മേന്നൊരു വിളി ഉള്ളിൽ നിന്ന് വരുമ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകളും പുറത്ത് അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇത് നമ്മുടെ സർവമംഗളമംഗല്യേ അതുകൂടി എനിക്ക് പഠിപ്പിച്ചെന്നാല് മഞ്ജരീസൻ പഠിപ്പിക്കണം. നമ്മുടെ ദേവി മാഹാത്മ്യം മുഴുവൻ വായിക്കുന്നതായിട്ടുള്ള ഒരു ശ്ലോകത്തിന്റെ അർത്ഥമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ആ ചോദ്യത്തിന് കൂടി മറുപടി പറഞ്ഞാൽ എന്റെ ഇന്നത്തെ എന്താ പറയാ ഒരു സബര്യ, അല്ലെങ്കിൽ ഇന്ന് ഈ എന്നില് നിക്ഷിപ്തമായിട്ടുള്ള ഒരു കർത്തവ്യം മുഴുവനാവുകയാണ്. അതില് ആ ഒരു ചോദ്യം ഉന്നയിച്ചേക്കുന്നത് സർവമംഗളമംഗല്യ എന്നുള്ള ആ ശ്ലോകം എങ്ങനെ ദേവി മാഹാത്മ്യത്തിന് തുല്യമാവും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അർത്ഥം പറഞ്ഞു തരാം. പലതരത്തിലും ദേവി മാഹാത്മ്യം വ്യാഖ്യാനിക്കാം. ഓരോ അക്ഷരങ്ങളും ഓരോ മന്ത്രങ്ങളാണ്. അങ്ങനെ 2 ഗ്രന്ഥമുള്ള ഓരോ അക്ഷരങ്ങളും ഓരോ മന്ത്രമായിട്ടുള്ളത്. ഒന്ന് ദേവി മാഹാത്മ്യവും ഒന്ന് ലളിതാ സഹസ്രനാമവും. ഒരിക്കലും അത് ജപിച്ചുകൊണ്ടിരിക്കലേ മുറിയാൻ പാടില്ല എന്നാണ് ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥം. കാരണം വശിന്യാദി വാഗ്ദേവതകളാണ് ലളിതാ സഹസ്രനാമം എഴുതിയിരിക്കുന്നത്. ഭഗവതിയുടെ ആ ആഗമനോദ്ദേശമൊക്കെ മുഴുവനായിപ്പോ അവനവന്റെ കൂടെയിട്ടുള്ള ആ വശിനി, കാമിനി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ സന്യാസിനിമാരോട്, ഭഗവതിയുടെ ആ കൂട്ടത്തിലുള്ള അവരോട് ശരി വശിന്യാദി വാഗ്ദേവതകളാണ്. അപ്പോ വശിനി തുടങ്ങിയിട്ടുള്ള ദേവതകളാണ് ആ ലളിതാ പരമേശ്വരിയെ പറ്റി സ്തുതിച്ചുകൊണ്ട് ആ സഹസ്രനാമം തയ്യാറാക്കണത്. ആ ദേവതകള് തയ്യാറാക്കുമ്പോൾ ഒരിക്കലും 1000 പേരുകളല്ല, ഓരോ മന്ത്രങ്ങൾ ചേർന്ന പേരുകളായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുക. അതുകൊണ്ട് തന്നെ ആ ജപം ലളിതാശ്രമം മാത്രം ജപിക്കുമ്പോൾ എവിടെ വച്ചിട്ടാണോ മുറിഞ്ഞു പോയത് അവിടുന്ന് പുനരാരംഭിക്കാൻ പാടില്ല എന്നാണ്. എവിടെ വച്ചിട്ട് മുറിഞ്ഞാലും വിരോധമില്ല, ആദ്യം മുതൽ ആവർത്തിക്കുക തന്നെ വേണം. തുടങ്ങിയാൽ അത് വരി തെറ്റാതെ 2ഓ 3ഓ പ്രാവശ്യം നമ്മളിൽ പരീക്ഷണം വരാം. ഒരേപോലെയുള്ള വരികൾ അവിടെ ഇവിടെയൊക്കെ കയറി വരാം. അവിടെ ഒന്നും തെറ്റാതെ കണ്ട് അത് മുഴുവനാക്കാനാണ് ആ ഭഗവതി നമ്മളെ അനുഗ്രഹിക്കേണ്ടത്. ആ ഭഗവതി അനുഗ്രഹിച്ചാലേ അത് സാധിക്കൂ. അങ്ങനെ വശിന്യാദി ആ വാഗ്ദേവതകള് സൃഷ്ടിച്ച ആ ലളിതാ സഹസ്രനാമാണ് അക്ഷരം തെറ്റാതെ കണ്ട് ജപിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേവീ മാഹാത്മ്യത്തിലെ ശ്ലോകങ്ങളും ഓരോ അക്ഷരങ്ങളും ഓരോ മന്ത്രങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ദേവീ മാഹാത്മ്യം അത്യപൂർവം. വായിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ ഓരോരുത്തരും പോകുമ്പോൾ ഒരു ചുവന്ന പട്ടിലോ മറ്റോ പൊതിഞ്ഞ് നമ്മൾക്ക് സൂക്ഷിക്കാവുന്ന ബാഗിലോ അല്ലെങ്കിൽ സഞ്ചിയിലോ നമ്മുടെ കൂടെ ഉണ്ടായാൽ ഒരു കവചം തന്നെയാണ് അത്. ദേവീ കവചം എന്ന ഒരു ഭാഗം തന്നെ അതിലുണ്ട്. ആ കവചത്തിൽ ഓരോ ഭാഗം രക്ഷിക്കേണ്ടതായിട്ട് ഓരോ ദേവതകളോട് പറയുന്നതായിട്ടും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ ഇതിന് തുല്യമായിട്ട് ഇതിനൊന്നും പറ്റാത്ത, എനിക്ക് നേരമില്ല, 100 കൂട്ടം കാര്യങ്ങളാണ് എനിക്ക് കുടുംബത്തെ ചെയ്തു തീർക്കാനുള്ളത്, അതിൻ്റെ ഇടയിൽ എവിടുന്നാണ് ദേവീ മാഹാത്മ്യം വായിക്കാൻ നേരം? അങ്ങനെയൊക്കെ പറയുന്ന വീട്ടമ്മമാരെ സമാധാനിപ്പിക്കാനും
അവർക്ക് തത്തുല്യമായിട്ട് ഒരു ശ്ലോകം കൊടുക്കണം എന്നൊക്കെ തോന്നിയിട്ടാണ് ഒരു ശ്ലോകം ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയിലത്തെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരുന്നു. ഈ ശ്ലോകം ജപിച്ചാൽ ഇതിലെ എല്ലാ അർത്ഥവും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് സർവ മംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മംഗളവസ്തുക്കൾ നല്ല നല്ല വസ്തുക്കളാണ്, പവിത്രമായ വസ്തുക്കൾ. ഇപ്പൊ ഒരു വീട്ടിലെ മംഗളവസ്തുക്കളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു തുളസിത്തറ ഒരു മംഗളവസ്തുവാണ്, അഥവാ ഒരു പശു മംഗളവസ്തുവാണ്, വാൽക്കണ്ണാടി മംഗളവസ്തുവാണ്, വെറ്റിലക്കൊടി മംഗളവസ്തുവായിട്ടാണ് കണക്കാക്കുക. ഇങ്ങനെ ഓരോന്ന് തിരിഞ്ഞ് മംഗളവസ്തുക്കൾ നോക്കി നടക്കുകയാണെങ്കിൽ ഒട്ടനവധി മംഗളവസ്തുക്കളുണ്ട്. ആ മംഗളവസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മംഗളവസ്തുവാണ് നമ്മുടെ അമ്മ. അപ്പോ സർവ മംഗളങ്ങൾക്കും മംഗളസ്വരൂപിണിയായിട്ടുള്ള ഭഗവതിയെ സർവമംഗളമംഗല്യ, എല്ലാവിധത്തിലുള്ള നല്ലതിൽ വച്ചിട്ട് ഏറ്റവും നല്ലതാണ് ഭഗവതി. അങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കി തരുന്ന ആ അർത്ഥം. അത് തന്നെ ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യുകയാണ്. സർവമംഗള മംഗല്യ. സമാധാനത്തോടു കൂടിയിരിക്കുന്ന മഹാദേവന്റെ പേരാണ് ശിവൻ. സമാധാനത്തോടു കൂടിയിരിക്കുന്ന മഹാദേവന്റെ കൂടെ ചേർന്നിരിക്കുന്ന ആ പത്നീഭാവം അലങ്കരിച്ചിരിക്കുന്ന ഭഗവതിയെ സമാധാനപ്രിയ എന്നുള്ള അർത്ഥത്തിൽ ശിവ എന്ന് വിശേഷിപ്പിക്കുന്നു. സർവമംഗളമംഗല്യ ശിവ. അടുത്ത വരി പറയണത് സർവാർത്ഥ സാധിക. ഏതൊരു ദേവതയെ ഭജിച്ചാലാണോ ധർമാർത്ഥ കാമമോക്ഷങ്ങളെല്ലാം ഒരു ആളിൽ നിന്ന് തന്നെ കിട്ടുന്നത്, അത് അമ്മയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ധർമ്മം അർത്ഥം കാമം അവസാന കാലത്ത് മോക്ഷവും സാധിപ്പിച്ചു തരുന്ന ഭഗവതിയെ സർവാർത്ഥ സാധിക എന്ന് വിശേഷിപ്പിക്കുന്നു. അഭയം പ്രാപിക്കുന്ന ഭക്തന്റെ സമയവും സന്ദർഭവും നോക്കാതെ ഓടിയെത്തി ലാളിച്ച് ആ മനസ്സിലകപ്പെട്ട അഴുക്കുകളെല്ലാം നീക്കി ശുദ്ധമാക്കിയിടുന്ന ആ ഭാവത്തിനെ നമ്മൾ പറയുന്നു ശരണ്യ. അമ്പകം എന്ന് വെച്ചാൽ കണ്ണ്, ത്രയം എന്ന് വെച്ചാൽ മൂന്ന് കണ്ണാണ് ഭഗവതിക്ക്. സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണ് ആ 3 കണ്ണുകള്. ആ 3 കണ്ണുകളോട് കൂടിയ ഭഗവതിയെ ത്രയംബിക എന്ന് വിശേഷിപ്പിക്കുന്നു. നരന്മാർക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യാനായി പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും ഉത്ഭവിച്ച് മഹാവിഷ്ണുവിനോട് കൂടെ ചേർന്ന ആ മഹാലക്ഷ്മി ദേവിയെ നമ്മുടെ എല്ലാം മോക്ഷത്തിനായിക്കൊണ്ട്, നരന്മാരുടെ മോക്ഷത്തിനായിക്കൊണ്ട് നാരായണിയായി ഇവിടെ അനുസ്മരിക്കുന്നു. നാരായണി നമോ അസ്തു തേ. ഇതിലൊരു വാക്കിന്റെ അർത്ഥം മാത്രം പറയാൻ വിട്ടുപോയി. അത് ഗൗരി എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധി. ശ്ലോകങ്ങളെ കൊണ്ട് ദേവി മഹാത്മ്യം മുഴുവൻ വായിച്ചതായിട്ട് കണക്കാക്കുന്നേ. ആ 7 ശ്ലോകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ജ്ഞാനിനാമഭിചേതാംസി ദേവീ ഭഗവതീ ഹിസാ ബലാദാകൃഷ്ടമോഹായ മഹാമായ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോ സ്വസ്ഥൈ സ്മൃതാ സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി. ഒന്നേ പറയാനുള്ളൂ, മത്സമപാതകീനാസ്തി എന്നുള്ള ശ്ലോകം ജപിച്ചല്ലോ. അതിലെല്ലാം ഉണ്ട്. എന്നിരുന്നാലും ഈ ദേവി മഹാത്മ്യത്തിൽ തന്നെ ആ ഒരു സ്തുതി ഒരു അധ്യായം മാതിരി അവിടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതില് അപരാധം ആ ശ്ലോകങ്ങൾ പ്രാർത്ഥിച്ച് തൊഴുത് നമസ്കരിക്കാം. ഏറ്റവും അവസാനം സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമുക്കിതൊന്നും അറിയുന്നതല്ല. ഓരോരുത്തരും നിന്നിട്ടും നമ്മൾ പഠിച്ചു വരികയാണ്. പല ഗുരുനാഥന്മാരും പല സമയത്തും നമ്മുടെ ജീവിതവേളകളിൽ പലപ്പോഴായിട്ട് വന്ന് പലതരത്തിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നുണ്ടാവാം. അവരെല്ലാവരും ഇതിൽ പെട്ടവരാണ്. ഏറ്റവും ആദ്യത്തെ ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയാണ്. കൈലാസപർവ്വതത്തിന്റെ ഈശാനുകോണിലിരുന്ന് സ്ഫടിക മണ്ഡപത്തിലിരുന്ന് സനകാദി മഹർഷിമാർക്ക് മൗനത്തിൽ കൈലാസാദ്രീശകോണേ സുരവരപിതൃടെ സ്ഫടികേ മണ്ഡപേശ. ആ ശ്ലോകത്തില് പരിപൂർണമായിട്ട് അദ്ദേഹം കൈലാസപർവ്വതത്തിന്റെ ഈശാനുകോണിലെ സ്ഫടികത്തിന്റെ മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് സനകാദി മഹർഷിമാർക്ക് മൗനത്തിൽ കൂടെ ജ്ഞാനം ഉപദേശിച്ചിരിക്കുന്ന ഭാവമാണ് പറയുന്നത്.
വിഗ്രഹങ്ങളോ ധാരുബിംബത്തിൽ തീർത്ത വിഗ്രഹങ്ങളോ അല്ലാതെ കണ്ട് വേറൊരു രൂപത്തിലും ദൈവങ്ങളെ നമുക്ക് അറിയില്ലായിരുന്നു. ഒരു പക്ഷേ സരസ്വതി കുളത്തിന്റെ പക്കത്തുള്ള കല്ലിലിരിക്കുന്നതായിട്ടും ഗണപതി മൂഷികന്റെ പുറത്തിരിക്കുന്നതായിട്ടൊക്കെ കേട്ടുകേൾവിയിൽ ബിന്ദു വലുതായി നമ്മളെ അമ്മയായി തീരും. ഒരു മുഖവും മനസ്സിൽ വരുന്നില്ലെങ്കിൽ അവനവന്റെ അമ്മയുടെ മുഖം മനസ്സിൽ ധ്യാനിച്ച് ദേവിയെ പ്രാർത്ഥിച്ചോളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അമ്മ. അമ്മ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 2-3 പ്രാവശ്യം അമ്മ അമ്മ എന്ന് പറയുന്നത് അതൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ടത് തരും, വേണ്ടത് തരില്ല ഭഗവതി. കുട്ടിക്ക് വേണ്ടതല്ല, അമ്മയ്ക്ക് അറിയാം കൊച്ചിന്റെ സമയാസമയങ്ങളിൽ എങ്ങനെയാണോ കൊടുക്കേണ്ടതെന്ന്. ആ ഒരു അർത്ഥം കൂടി അമ്മയെ പറ്റി മനസ്സിലാക്കി സേവിക്കുക. അപ്പോ നമുക്ക് ലോട്ടറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് നിങ്ങൾ പരാതി പറയണ്ട. നമസ്തേ, ഹരേ കൃഷ്ണ. അമ്പലമൊക്കെ അടച്ചു. ഇതെന്റെ ഗുരുനാഥനാണ്. എന്റെ ഗുരുനാഥനോട് എന്നെ കുറിച്ച് 2 വാക്ക്. ദേവി മാഹാത്മ്യം വായിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹവും പുസ്തകവും കൊടുത്ത് എൻ്റെ ഒരു പ്രധാന ശിഷ്യ തന്നെയാണ്. ആ പ്രധാന ശിഷ്യയ്ക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയെ പ്രീതിപ്പെടുത്താനേ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള ഗുരുനാഥന്മാരെ പ്രീതിപ്പെടുത്താൻ ഞാൻ ഒരിക്കലും പറയാറില്ല. പല ഗുരുനാഥന്മാർക്കും പല സ്വാർത്ഥ ചിന്തകളുണ്ടായിരിക്കാം. ഭക്തി മാത്രം മൂത്തു നടക്കുന്ന നമുക്കൊന്നും ഇതേവരെ അങ്ങനെ ഒരു സ്വാർത്ഥ വിചാരം ഇതേവരെ തോന്നിയിട്ടില്ല. എന്നിരുന്നാലും ഭഗവതിയെ അതിയായി അപ്പോ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിക്ക് ആ പുസ്തകം കൊടുക്കാനും എന്നിൽ നിന്നിട്ടും അനുഗ്രഹം വാങ്ങി തുടങ്ങാനും ഈ അമ്മയുടെ നടയിൽ വച്ചിട്ട് തന്നെ അത് പാരായണം ചെയ്ത് മുഴുവനാക്കാനും ആ കുട്ടിക്ക് സാധിച്ചു. 100ഓളം പ്രാവശ്യം പാരായണം കഴിഞ്ഞിരിക്കുന്ന ആ കുട്ടിക്ക് ഇനിയും 1000 പ്രാവശ്യം വരെ പാരായണം ചെയ്യാനുള്ള ഒരു കഴിവ് അമ്മ തന്നെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നും അശ്വമേധയാഗം ചെയ്ത ഫലം മുഴുവനും അങ്ങനെ ആ ദേവി മാഹാത്മ്യം മുഴുവനും പഠിച്ച് അശ്വമേധയാഗം കഴിച്ച ഫലത്തോടു കൂടിയിട്ട് ആ കുട്ടി എവിടെയായിരുന്നാലും നമസ്തേ, ഹരേ കൃഷ്ണ. കട്ടായി പോയി, സോറി കേട്ടോ. ഇവിടെ അമ്പലമൊക്കെ അടച്ചു, നോക്കിക്കേ. പക്ഷെ ആ സമയത്താണ് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിയല്ല. ഞാൻ വൈകുന്നേരം എത്തി, അത് വേറെ കാര്യം. അദ്ദേഹം ഉണ്ടായില്ല, അദ്ദേഹം പൂജയ്ക്ക് പോയിരിക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ദേവിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അമ്മ ഉറങ്ങി, അടച്ചു, അമ്പലമൊക്കെ അടച്ചു. കണ്ടോ? ഇവിടെ കിട്ടും. അങ്ങനെ ആ ദേവി മാഹാത്മ്യം കൊടുത്ത് അത് പാരായണം ചെയ്യുവാനും എന്താ പറയുക, അശ്വമേധയാഗം ചെയ്ത ഫലം മുഴുവനും 100 പ്രാവശ്യം ദേവി മാഹാത്മ്യം വായിച്ചാൽ കിട്ടുമെന്നാണ് പറയുന്നത്. ആ ഫലം മുഴുവനും നമ്മുടെ ശിഷ്യയായിട്ടുള്ള കുട്ടിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടട്ടെ എന്നും എന്നും ഇത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ച് 100ഓളം ദേവി മാഹാത്മ്യെങ്കിലും ഓരോ വർഷവും ഓരോരുത്തരിലും എത്തിച്ച് അമ്മയുടെ കഥകൾ ലോകം മുഴുവൻ പാടി നടക്കട്ടെ. അതിനായിക്കൊണ്ട് ആ കുട്ടിക്ക് അമ്മയുടെ എല്ലാ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹവും മൂകാംബികാദേവി കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് ശ്രീധനക്കാവിലെ വെളിച്ചപ്പാടാണ്. ശ്രീധനക്കാവ് അമ്പലം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇരിങ്ങാലക്കുട ഭാഗത്താണ്. നന്നായിട്ട് ഉള്ളിലേക്കാണ്. പകലാണെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. ദേവിക്കുള്ള പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചതാണ്ടോ. കുറച്ചൊക്കെ പരിപാടി നടത്താൻ കഴിയണം. ഇതാണ് നമ്മുടെ ക്ഷേത്രം. ഇപ്പൊ നല്ല വെളിച്ചത്തിൽ കാണാൻ പറ്റില്ലേ, ലൈറ്റ് ഇട്ടതാ. അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടാണ്, ശ്രീധനക്കാവിലെ വെളിച്ചപ്പാടാണ്. നമ്മൾ വെളിച്ചപ്പാടുമാരുടെ എന്താ പറയുക, ദേവി മഹാത്മ്യം ഇതൊക്കെ കൊടുക്കാനുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പം അദ്ദേഹമാണ് എനിക്ക് ദേവി മഹാത്മ്യം പകർന്നു തന്നത്. പിന്നെ മൂകാംബികയെന്നും. അങ്ങനെ ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ അടുത്ത് നിയറസ്റ്റ് എൻ്റെ ഏതൊക്കെ ഗുരുക്കന്മാരുണ്ട് അവരുടെ അടുത്തേക്ക് ഞാൻ ഓടിയെത്തും. ഇനി ഗുരുവായൂരമ്പലത്തിൽ. നമസ്തേ. അപ്പം ഇതാണ് ക്ഷേത്രം. ഞാനിവിടെ ഇങ്ങനെ വന്നിരുന്ന് അമ്മയെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കണ്ടോ എത്ര ഏകാഗ്രതയുണ്ടെന്ന് നോക്ക്. രാത്രിയിൽ എന്ത് സുഖം നോക്കിക്കേ. അമ്മയുടെ നടയൊക്കെ അടച്ചു. പക്ഷേ ഇപ്പം ഞാൻ പോകട്ടോ, നടയൊക്കെ അടച്ചു. വൈകുന്നേരം വന്നതാണ്, എൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു, മഹാത്മ്യമൊക്കെ വായിച്ചു. ഇവിടെ ഇരുന്നാണ് വായിക്കാറ്. കണ്ടോ
എന്നിട്ട് ദേവിയുടെ നേരെ ഇരുന്ന് വായിച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളും എല്ലാവരും വായിക്കുക. ഇങ്ങനെ എൻ്റെ ഓരോ ഗുരുക്കന്മാരുടെ അടുത്തെത്തുമ്പോഴും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകൾ വാങ്ങിച്ചുതരാം. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എങ്ങനെ പ്രഭാഷണമൊക്കെ ചെയ്യുന്നു എന്ന്? എപ്പോഴും നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ, അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഗുരുക്കന്മാരെ സ്മരിക്കുക, അവരുമായിട്ട് ഒരല്പസമയം ചിലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. ഗുരുവിൻ്റെ അനുഗ്രഹവും എല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കൂ. കണ്ടോ, ഇതാണ് അമ്പലം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ലക്കിയാന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് പറയുക, നിങ്ങളെല്ലാവരും വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ അമ്പലങ്ങളിലൂടെ നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ സമയങ്ങൾ പോലും ദേവിയോട് കൂടി ഇരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ, അമ്മയുടെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതിന് തന്നെ അമ്മ വലിയൊരു അനുഗ്രഹം തന്നു അല്ലേ. നിങ്ങളെല്ലാവരും നൈറ്റ് ഡിന്നറൊക്കെ കഴിച്ച് ഇങ്ങനെ കുളിച്ച് ഫ്രഷായി ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഇരിക്കുമ്പോഴും കണ്ടോ, ഞാൻ എൻ്റെ ദേവിക്കുള്ള പൂക്കളൊക്കെ ശരിയാക്കി അമ്പലത്തിൽ ഇങ്ങനെ അമ്മയോട് കൂടി അടുത്തിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അപ്പം ഇങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്ന് അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പോകും. എനിക്കിവിടെ ഒരു 3 മണിക്കൂർ യാത്രയെങ്കിലും ഉണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഓക്കെ, അപ്പം ഞാൻ പൊക്കോട്ടെ. കുറച്ച് നേരം കൂടി അമ്മയുടെ തിരുനട നോക്കിയിരിക്കും. അമ്മ ഉറക്കത്തിലായിരിക്കും, എന്നാലും അമ്മയെ നോക്കി ഇങ്ങനെ ഇരിക്കാനൊരു സുഖം. നിങ്ങളെല്ലാവരും വീട്ടിൽ നന്നായിട്ട് പുതച്ച് മൂടിക്കിടന്നുറങ്ങല്ലേ. കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു ഏകാന്തതയിൽ പോലും ഇരുട്ടിൽ പോലും ഞാനിവിടെ ഇരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ഭഗവതിയും ഗുരുവായൂരപ്പനും നിങ്ങൾക്ക് നടത്തി തരും. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. കുറച്ച് നേരം കൂടി ഞാനിങ്ങനെ എൻ്റെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നിട്ട് തിരിച്ചു പോകും. അപ്പോഴേക്കും നിർമ്മാല്യത്തിനുള്ള സമയമാവും. ശരിക്കും പറഞ്ഞാൽ ഇതാണല്ലേ ലക്കി ലൈഫ് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ദേവിയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാനും അമ്മയെക്കുറിച്ച് സംസാരിക്കാനും, അതും എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ. ഇങ്ങനെ എൻ്റെ അടുത്തടുത്തുള്ള ഓരോ ഗുരുനാഥന്മാരുടെ അടുത്തേക്കും ഞാൻ എനിക്ക് അനുവദിച്ച ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പോകും, സംസാരിക്കും, കൂടുതൽ പഠിക്കും. ഞാൻ പഠിച്ചാലല്ലേ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റൂ. അപ്പം ഞാൻ നോക്കിയിരിക്കുന്നത് പോലെ നിങ്ങളും നോക്കിയിരുന്നോളൂ അമ്മയുടെ തിരുനട. എല്ലാവരും പോയി കിടന്നുറങ്ങുക കേട്ടോ. അപ്പം കുറച്ച് നേരം ഞാൻ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് നാളെ കാണാം. നമസ്തേ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേശൻ കി ജയ്. जय श्री राधे राधे. हर हर महादेव.